പെട്ടെന്ന് എല്ലാണ്ടായിട്ട് വെടിവെച്ച് വെച്ചിട്ടായിരിക്കും അറിയാലോ ഈ അതെ അടുത്ത് അതെ അതെ അതെ. ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടമായ പിന്നെ എന്ത് പ്രയോജനം അല്ലേ? അല്ല നമ്മള് കാശ് കൊടുത്താൽ കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്. അതെ അതെ. എത്ര രൂപ കൊടുത്താലും ആ. മേടിക്കാനും പറ്റില്ല. ആ. അത് സന്തോഷവും സമാധാനമാണ്. ആ. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് നേരും നെറിവോടുകൂടിയാണെങ്കിൽ ആ. നമുക്ക് പ്രഷർ ഉണ്ടാവില്ല. ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ സിനിമ അതാണ്. അതെ. പൃഥ്വിരാജ് ഞാനും കൂടി അതെ, ചെയ്ത അതെ. പടമാണ്. അത് ഭയങ്കര കള്ളനോട്ടും ഇരിക്കല്ലോ മറ്റേത് അതെ അതെ കള്ളനോട്ടും മറ്റേതൊക്കെ ഉണ്ടായിട്ട് ലാസ്റ്റ് 6 മണിക്ക് പോകുന്നതാണ് ഇതിൽ. അതെ. അപ്പൊ നമ്മുടെ സ്വെറ്റുള്ള കാശ് നിലനിൽക്കുള്ളൂ. അതെ. അത് നമ്മുടെ എവിടെയാണെങ്കിലും അതിൽ ഉണ്ടാവണം. റോഹൻ വർക്ക് ചെയ്യുന്ന അവിടെയാണോ അവിടെ 100% ഡെഡിക്കേറ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിൽ റിസർച്ച് നടത്തി അതിൽ ഇത് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വരും. അങ്ങനെ അങ്ങനെ ഓരോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയില്ലേ, അതെ. നമ്മൾ 1-ന്ന് 5-ലേക്ക് ഇട്ടണമെങ്കിൽ വണ്ടി നിന്ന് പോകും. അതാണ് ഈ സംഭവിക്കുന്നത്. നമ്മൾ സ്ലോലി ഗിയർ ചേഞ്ച് ചേഞ്ച് ചെയ്ത് മുകളിൽ മലയുടെ മുകളിൽ എത്തുക. അതൊരു ശാശ്വതമായിരിക്കും അല്ലേ? അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ ഭൂമിയിൽ നിന്ന്. അതെ. ഓക്കെ. എപ്പോഴും നമുക്ക് മൈൽ സ്റ്റോൺ കാർഡ്സ് എന്നുള്ള രീതിയിലേക്ക് കൂടെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ വാനതാരങ്ങൾക്കൊപ്പം എപ്പോഴും ഈ സിനിമ താരങ്ങളൊപ്പം വണ്ടിപ്രാന്തം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ടിൻഷേനെ സംബന്ധിച്ചിടത്തോളം ഈ പോകുന്നതിലൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു സ്റ്റോറി കൂടി എപ്പോഴും ഉണ്ടായിരിക്കും. എല്ലാം ടച്ച് ചെയ്തിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പൈസ വാങ്ങി അല്ലെങ്കിൽ വണ്ടി പോയിട്ട് എടുക്കുന്നു, അതങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തു, ഇതല്ല. ഓരോ കാറിനും ഓരോ കഥ ഉണ്ടാവും. വേണമെങ്കിൽ ഓരോ കാറിനും വെച്ചിട്ട് വേറെ സിനിമ ഉണ്ടാക്കാനുള്ള വകുപ്പുകളുണ്ട്.